Praise the Lord. Stotram, 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 stotram. Hallelujah. Stotram, stotram, stotram. Praise the Lord, praise the Lord, praise the Lord. Jesus. Hallelujah. വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെയും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യം, വാഴ്ത്തും നിന്നെയും ഞാൻ. എന്നെ ശുദ്ധീകരിച്ചിടാ ബാലാക്ഷിച്ച യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെയൊന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യം, വാഴ്ത്തും നിന്നെയൊന്നും ഞാൻ. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. ഒരുമിച്ച് പാടാമോ? സ്തോത്രം സ്തുതികൾക്കു യോഗ്യം, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. മനോഹരമായ നല്ല സന്ധ്യയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ എവിടെങ്ങളായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസി റോസൽ 90, അതുപോലെ തന്നെ എല്ലാ സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് ഇതിലേക്ക് ക്ഷണിപ്പാൻ സ്വർഗം ഇടയാക്കിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനവുമായി നിൽക്കുവാൻ ഒരു അവസരം കൂടെ കർത്താവ് ദാനമായി തന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ മുൻപിൽ നാം പഠനത്തിന് വേണ്ടിയും ധ്യാനത്തിന് വേണ്ടിയും ഒക്കെ കടന്നു വരുമ്പോൾ ഒരു
ഒരു പ്രത്യേക അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിയുന്നത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ ഓരോരുത്തരെയും കർത്താവ് വായിക്കുന്ന സ്ഥാനങ്ങളിൽ സൂക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുറ്റുപാടുമുള്ള അവസരങ്ങളും അവസ്ഥകളൊന്നും നമ്മളെ പലപ്പോഴും സന്തോഷിപ്പിക്കുന്നവരല്ല. വേദനകൾ മാത്രം കാണുകയും ഓരോ ദിവസവും പോസിറ്റീവ് കേസുകൾ കണ്ട് ഭാരപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഈ പാട്ടുകാരനോട് ചേർന്ന് പാടുകയാണ്, കർത്താവ് ആരാണ്? എൻ്റെ അഭയ കേന്ദ്രമാണ്. സ്തോത്രം. അവൻ എൻ്റെ സ്നേഹിതനാണ്. ഹല്ലേലൂയ. എൻ്റെ അഭയ കേന്ദ്രവും എൻ്റെ സ്നേഹിതനുമായവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? ഞാൻ അവനെ സ്തുതിക്കും, ഞാൻ അവന് സ്തോത്രം ചെയ്യും, ഞാൻ ഒന്നുകൊണ്ടും ഭയപ്പെടത്തില്ല. ദേവദാസി ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. വിശുദ്ധന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ആരെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് ചോദിച്ചു. കർത്താവിന്റെ ദാസൻ യോബിന്റെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ യോബിനെ കുറിച്ച് ധ്യാനിക്കുവാനാണ് ഇന്ന് ഈ സമയം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ അവിചാരിതമായിട്ട് ലഭിച്ച ഒരു പാട്ടാണ് എനിക്കിത്. പക്ഷേ തന്റെ ജീവിതത്തോടനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ പാട്ടിനകത്ത് വളരെ കൃത്യമായ തന്റെ അനുഭവങ്ങൾ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുവാനിടയായി തീർന്നു. കാരണം അത് ഇപ്രകാരം പറയുന്നു: എൻ്റെ ജീവിതത്തിൽ വ്യാകുലങ്ങൾ നേരിട്ടാലും, എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ വന്നാലും, ഞാൻ രോഗിയായി തീർന്നാലും ആരിൽ ഞാൻ ചാരുമെന്ന് പറഞ്ഞത്? യേശുവിൽ ഞാൻ ചാരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതം എപ്പോഴും ഹെൽത്തി ആയിരിക്കണമെന്നില്ല, അല്ലേ? ആരോഗ്യം എപ്പോഴും ഹെൽത്തി ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മാനസികമായി ഹെൽത്തി ആയിരിക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ഭാരോ വ്യാകുലതകളെല്ലാം നമ്മൾ എവിടെ ഇറക്കി വെക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ചാരി നിൽക്കുന്നത് ആരിലാണ്? അദ്ദേഹത്തിന്റെ പാദപീഠത്തിലേക്ക് നാം ഇറക്കി വെക്കാറുണ്ട്. സ്തോത്രം. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അങ്ങനെ ഒരാളുണ്ടല്ലോ. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് വിധത്തിലുള്ള ഹൃദയഭാരവുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നാലും, അതൊരു പക്ഷേ വ്യക്തിഗതമാകാം, അല്ലെങ്കിൽ കുടുംബപരമാകാം, അതല്ലെങ്കിൽ സഭാപരമാകാം, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ ഓർത്തായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളെ ഓർത്തായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളും കർത്താവിന്റെ അടുത്ത് കൊണ്ടുവരുവാൻ നമുക്ക് അനുവാദമുണ്ടെന്ന് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ പ്രത്യേക പുതിയ നിയമത്തിന്റെ ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വിധത്തിലുള്ള രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നു. സ്തോത്രം. യോബിനെ കുറിച്ച് പഠിക്കുവാൻ പോകുന്നതിന് മുമ്പായി എന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ വർക്ക് ചെയ്യുന്ന ഇടത്ത്, അല്ല സ്തോത്രം, ഞങ്ങൾ കുറച്ച് സഹോദരിമാര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ എന്നോട് വിഷമം പറഞ്ഞുകൊണ്ടിരുന്ന സഹോദരി ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. വളരെ നാളുകളായിട്ട് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അധികമായി ട്രൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്തോത്രം അതിന് പരീക്ഷകൾ പലപ്പോഴും എഴുതാറുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വരാറുണ്ട്. സ്തോത്രം. തന്റെ തൊട്ട് മുൻപിലുള്ള ആളെ വരെ അവരെ എടുക്കും, തനിക്ക് അവസരം ലഭിക്കത്തില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം 10-12 വർഷത്തോളമായി. അതിൽ കവിഞ്ഞുമായോ എന്നെനിക്കറിയില്ല. എന്നാലും ഈ ഒരു തന്റെ ജീവിതത്തിലെ ഈ അനുഭവം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. വളരെ ഭാരത്തോടെ തന്റെ ആ കഷ്ടപ്പാടുകൾ ദൈവം കാണുന്നില്ലേ എന്ന് ചോദിച്ച് താൻ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ അവരോടൊരു കഥ പറയുവാൻ എത്തുന്നു. ഇപ്രകാരമാണ് ഞാൻ കഥ പറഞ്ഞവർക്ക് ഈ കഥയായി മാത്രമേ അറിയത്തുള്ളൂ. ഇത് വേദപുസ്തകത്തിലെ ഒരു സംഭവമാണെന്നോ, കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണെന്നോ, അല്ലെ കർത്താവ് ചെയ്ത ഒരു അത്ഭുതമാണെന്നോ അവർക്ക് ഒരിക്കലും അറിയത്തില്ല. സ്തോത്രം. എന്താണെന്ന് അറിയുമോ? അതിന് കാരണമുണ്ട്. കാരണം നമ്മളെ പോലെ വേദപുസ്തകം അറിയാവുന്ന ഒരാളല്ല എന്റെ കഥ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ അവരോട് കഥയായി പറയുവാനിടയായി തീർന്നു. ഇപ്രകാരം തന്നെ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. അതിൽ ആ മനുഷ്യൻ എനിക്ക് 38 വർഷമായി താൻ തളർവാദം പിടിച്ച് സ്തോത്രം കിടക്കുകയായിരുന്നു. താൻ കിടക്കുന്ന ഇടത്തേക്ക് ഒരാൾ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കിടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ കിടക്കുന്നവരെല്ലാം രോഗികളാ. ഈ കാണുന്ന കുളമുണ്ടല്ലോ, ഈ കുളത്തിനകത്ത് ഒരു ദൂതനിറങ്ങും. ആ ദൂതൻ ഈ കുളം ഒന്ന് കലക്കും. ആ സമയത്ത് രോഗികൾ ആരെങ്കിലും അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്ത് സംഭവിക്കും? അവർക്ക് സൗഖ്യമാകും എന്ന് വളരെ പറയുവാനിടയായിട്ടുണ്ട്. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഈ 38 വർഷമായിട്ട് തനിക്കെന്താ സൗഖ്യം വരാതിരുന്നത് എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. തന്നോട് ചോദിച്ച ചോദ്യത്തിന് താൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. സ്തോത്രം. എന്താണെന്നറിയുമോ? ഞാൻ ഇറങ്ങിച്ചെല്ലാൻ ട്രൈ ചെയ്യും കേട്ടോ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും എന്നെക്കാട്ടിൽ എളുപ്പത്തിൽ ഇറങ്ങാൻ കഴിയുന്നവർ, ഞാൻ തളർവാദം പിടിച്ച ആളല്ലേ, എന്നേക്കാൾ എളുപ്പത്തിൽ ഇറങ്ങുവാൻ കഴിയുമെന്ന് ചാടി ഇറങ്ങും, സൗഖ്യം പ്രാപിക്കും.
അതല്ല, എന്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് എന്നെ കൊണ്ടെത്തിക്കാനും ആരുമില്ല. പലരും പറയുന്ന ഒരു ചോദ്യമാണ്, അതിലേക്ക് ഞാൻ കടന്നു വരട്ടെ. എന്റെ കഷ്ടപ്പാടുകൾ കണ്ട് ഇറക്കുവാനും ആരും റെഡി ആയിരുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. ഹല്ലേലൂയ എന്ന് പറയാനിടയായി. ഈ കഥ കേട്ട വ്യക്തി തന്നോട് പറഞ്ഞില്ല, ശരി എന്നാൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, അടുത്ത പ്രാവശ്യം ദൂതൻ കുളം കലക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിന്നെ അതിലേക്ക് ഇറക്കാം എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്റെ ഈ അനാസ്ഥയെ ഓർത്ത് കുറ്റം പറഞ്ഞില്ല. താൻ ഒരു വാക്ക് മാത്രം അദ്ദേഹത്തോട് പറയുവാനിടയായി തീർന്നു, കിടക്ക എടുത്ത് നടക്ക. സ്തോത്രം. എന്നിട്ട് ഞാൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, അവന്റെ അടുത്തു വന്നത് കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, അത് ലോകത്തിന്റെ രക്ഷകനെന്ന് നാം വിളിച്ചു പറയുന്ന നമ്മുടെ തമ്പുരാനായിരുന്നു അവന്റെ അടുത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. അവന് ഒന്നു മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ, നിനക്ക് യഥാർത്ഥമായി സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നായിരുന്നു. അവൻ കിടക്കെടുത്ത് നടക്കുവാൻ പറഞ്ഞത് അനുസരിച്ചപ്പോൾ തനിക്ക് കേവലം ഒരു സൗഖ്യം മാത്രമല്ല വന്നത്, തനി പൂർണ്ണാരോഗ്യവാനായി എഴുന്നേറ്റ് നടക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ഞാൻ അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്, നമ്മുടെ പല അവസരങ്ങളും നമ്മുടെ പല സന്ദർഭങ്ങളും നമുക്ക് നഷ്ടമായി പോയി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്തു വരുന്നൊരുത്തനുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് വിചാരിക്കരുത്. അവനൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അതിനകത്ത് ഒരു പൂർണ്ണ ആരോഗ്യം വന്ന് ഭവിക്കും എന്ന് മനസ്സിലാക്കുക എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ആ സ്റ്റോറി അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ഒരു സന്തോഷത്തിന്റെ വാർത്ത എനിക്ക് ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. ദൈവമക്കളെ, എന്റെ ഹൃദയത്തെ വളരെയധികം ഹോണ്ട് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ് ഉപമകൾ കൂടെ വിശുദ്ധ ജനത്തെ പഠിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകാനിടയായി തീർന്നു. കഥ എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നതാണ്, അല്ലെ? സ്തോത്രം. ഇവിടെ ഞാനത് പറഞ്ഞപ്പോൾ താൻ ശ്രദ്ധിക്കുകയും തന്റെ ജീവിതത്തില് ഒരു പ്രശ്നം വന്നപ്പോൾ, ഹല്ലേലൂയ, സിസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവ് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അല്ലെ? ദൈവം എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഈശ്വരൻ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ എന്റെ സങ്കടങ്ങൾ തീർത്തു തരുമെന്ന് വിശ്വസിക്കുകയും താൻ അതിനകത്ത് ഒരു വിജയം നേടുകയും ചെയ്യുവാനിടയായി തീർന്നു. ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, അല്ലെ? കാലങ്ങൾ പലത് കഴിഞ്ഞിട്ടുണ്ടാകാം, വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ട് പലതും നടക്കാതെ പോയിട്ടുണ്ടാകാം. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എനിക്ക് ശേഷം വന്ന അനേകർ മുന്നിൽ കയറി ഓടിത്തുടങ്ങിയിട്ടും ഞാൻ എന്തുകൊണ്ട് ഇപ്പോഴും ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ടാകാം. സ്തോത്രം. ഒരു മറുപടി മാത്രമേ ഉള്ളൂ അവിടെ എനിക്ക് പറയുവാനായിട്ട്. 38 ആണ്ട്, അല്ലെ? സ്തോത്രം. അവിടെ കുളക്കരയിൽ കിടന്നവന് കർത്താവ് ഒരു സൗഖ്യം കൊടുത്തെങ്കിൽ പിന്നീട് നമുക്ക് അവിടെ കാണുന്നത്, സ്തോത്രം, അവിടെ ഒരു രോഗം മാത്രമാണ്. തന്റെ ശരീരത്തിന് 38 വർഷം, തന്റെ നല്ല ജീവിതം മുഴുവൻ, തന്റെ യൗവനം മുഴുവൻ അവിടെ കളഞ്ഞിട്ടാണ് താൻ അവിടെ കിടക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ആ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണുവാൻ കഴിയും. ആശ്രയം വെച്ചൊരു മകൻ മരിച്ചുപോയി. സ്തോത്രം. ഞാൻ കർത്താവ് നടന്നെടുത്ത വിഷയങ്ങളിലേക്കാണ് പറയുവാനിരിക്കുന്നത്. ഒന്ന്, ആയുസ് മുഴുവൻ തളർന്നു കിടന്നവന്റെ അടുത്തേക്ക് കർത്താവ് നടന്നിരുന്നെങ്കിൽ അടുത്തത് കർത്താവ് പിന്നെ നടക്കുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? അത് മരണപ്പെട്ടവന്റെ അടുത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സഹോദരിയുടെ ആശ്രയം മുഴുവൻ ആരിലായിരുന്നു? അവന്റെ മകനിലായിരുന്നു. കാരണം വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചുപോയി. നമ്മൾ എപ്പോഴും പറയുന്നത്, സ്ത്രീകൾ കൂടുതൽ ആശ്രയിക്കുന്ന ആരെയാണ്? ഒന്നെങ്കിൽ അപ്പനെ, അല്ലെങ്കിൽ ഭർത്താവിനെ, അല്ലെ മകനിൽ ആശ്രയിക്കും. എന്നാൽ തനിയെ നിൽക്കാൻ കഴിയുന്ന സഹോദരിമാരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എങ്കിലും അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഭർത്താവ് മരിച്ചുപോയി, പിതാവും നേരത്തെ മരിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ താൻ ആശ്രയിച്ചു കൊണ്ടിരുന്ന ആ ഹല്ലേലൂയ, സ്തോത്രം, ആ ഒരു പൈതല് അവനും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ആ മരണത്തെ കണ്ടുകൊണ്ട് അവിടെ ആ കിടക്കയുടെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നവൾ ആ മഞ്ചത്തെ തൊടുവാൻ തക്കവണ്ണം ഒരുത്തൻ അടുത്തു വന്നു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ എടുത്ത വിഷയത്തിൽ നിന്നല്ല, എന്റെ ഹൃദയത്തെ കഴിഞ്ഞ ആഴ്ച സ്തോത്രം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കോ വേണ്ടി എന്റെ കർത്താവ് അവിടെ അടുത്തടുക്ക് നടന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ? സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ താമസിക്കുന്ന ഈ വീടിനകത്തേക്ക് ആരെങ്കിലും അടുത്തു വരുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. വാതിൽക്കൽ വന്ന് മുട്ടാതെ എനിക്കറിയില്ല ആരെങ്കിലും എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, കർത്താവ് നടന്നു വന്നുകൊണ്ടേയിരിക്കുക. അവൻ നിന്റെ വിഷയത്തിന് മുകളിൽ കരം വയ്ക്കുവാനല്ല, അവൻ നിന്നോട് കൽപ്പിക്കുവാനാണോ, അതോ നിനക്കൊരു വിടുതൽ നൽകുവാനാണോ? അവന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഇതാണ് ഇന്ന് രാത്രി ഒരു ദൂതായി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സ്തോത്രം. അതൊരു രോഗമാകട്ടെ, മരണമാകട്ടെ, ഹൃദയഭാരമാകട്ടെ, തകർച്ചയാകട്ടെ, എന്തായിരുന്നാലും എന്റെ കർത്താവിന് അതൊരു വിഷയമേ അല്ല. സ്തോത്രം. ഇനിയും നമ്മുടെ ഹല്ലേലൂയ, സ്തോത്ര, കർത്താവിന്റെ ദാസനിലേക്ക് നമുക്ക് അടുത്തു വരാം. സ്തോത്രം. യോബ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. അത് പീഡിപ്പിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താണ് പീഡിപ്പിക്കപ്പെട്ടവൻ? സ്തോത്രം. ഈ പേര് തന്നെ, പീഡിപ്പിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള ഈ പേരുണ്ടെങ്കിൽ പോലും അറബി
വാക്കിനകത്ത് നിന്നും എടുത്താൽ ഇതിനെ മാനസാന്തരം എന്ന ഒരു പേര്, ഒരു അർത്ഥം കൂടെ നമുക്ക് ഇതിന് കൊടുക്കുവാൻ കഴിയും. ഇതിനകത്ത് വേദപുസ്തകത്തിനകത്തെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം എന്ന് വെച്ചാൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമെന്നോ പഴക്കം ചെയ്ത പുസ്തകമെന്നോ ഏറ്റവും പഴക്കമുള്ള പുസ്തകം എന്നൊക്കെ നമുക്ക് യോബിന്റെ പുസ്തകത്തെ കുറിച്ച് കേൾക്കുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അതുപോലെ തന്നെ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട റോമാലേഖനം 11-ാം അധ്യായം 35-ാം വാക്യവും 1 കൊരിന്ത്യർ 3-ാം അധ്യായം 19-ാം വാക്യവും എല്ലാം തന്നെ നമുക്ക് ഈ പുസ്തകത്തിനകത്തുനിന്ന് എടുത്ത് ഉദ്ധരിക്കപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യോബ് എന്ന് പറയുന്ന വ്യക്തി സ്തോത്രം ഒരു സാങ്കല്പികമല്ല, അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വേദഭാഗങ്ങളാണ് യെഹെസ്കേൽ 14:14 അതുപോലെ 20, യാക്കോബിന്റെ ലേഖനം 5:11. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോബ് എന്ന് പറയുന്ന ഒരാളുണ്ട്, സ്തോത്രം, സാങ്കല്പികമല്ല എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മോശെ എന്നും ശലോമോൻ എന്നും രണ്ടുപേരെന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോശെ എന്ന എഴുത്തുകാരൻ തന്നെയാണ്. കാരണം യഹൂദ തൽമൂദ് പറയുന്നതനുസരിച്ച് ഊസ് മിദ്യാൻ സമീപവാസത്തിലാകയാൽ മിദ്യാനിൽ 40 വർഷം പാർത്ത മോശ ഈ ചരിത്രം മനസ്സിലാക്കുകയും എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിയും. സ്തോത്രം. ഇത്രയുമാണ് നമുക്ക് അതിനകത്ത് ഇൻട്രഡക്ഷൻ ആക്കുന്നത് ഞാൻ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് സ്ഥലവും കാലവും ഒക്കെ വെച്ചിട്ട് യോബ് ജീവിച്ചിരുന്നത് എവിടെയാണ്, അബ്രഹാമിന്റെ ആ ഒരു ലൈഫ് സ്പാനിലാണ് ഈ യോബും ജീവിച്ചിരിക്കുന്നത് നമുക്ക് പറയുവാൻ ഒരു 4-5 കാര്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ പറയട്ടെ. യോബിന്റെ പ്രായമാണ് ഒന്ന്, അവനൊരു 200 വർഷം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാരുടെ വയസ്സനുസരിച്ച് നമുക്കത് താരതമ്യം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അബ്രഹാമിന്റെ പ്രായത്തിനനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് കുടുംബ സംവിധാനം, അതിന്റെ കുടുംബം എങ്ങനെയാണ്, പ്രാർത്ഥന എങ്ങനെയാണ്, അതുപോലെ തന്നെ യാഗവും യാഗപീഠങ്ങളും അതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കൽദേയരുടെ കാര്യം പറയുന്നില്ലേ, അതും ഇതിനകത്തു നിന്നും ഹല്ലേലൂയ അബ്രഹാമിന്റെ സമയത്താണ് ആര് ജീവിച്ചിരുന്നത്, യോബ് ജീവിച്ചിരുന്നത് നമുക്ക് പറയുവാൻ കഴിയും. അതുപോലെ സമ്പത്ത് എപ്പോഴും കണക്കാക്കിയിരുന്നത് മൃഗസമ്പത്ത് വെച്ചാണ്, അല്ലെ, മൃഗസമ്പത്ത് വെച്ചാണ് യോബ് സമ്പന്നനായിരുന്നു എന്നിവിടെ വ്യക്തമാക്കുന്നത്. അത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മോശയ്ക്ക് മുൻപായിരുന്നു ജീവിച്ചിരുന്നെന്ന് പറയുവാൻ കാരണം ന്യായപ്രമാണത്തെ കുറിച്ചൊന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല എന്ന 5-6 കാര്യങ്ങൾ കൊണ്ട് യോബ് ജീവിച്ചിരുന്ന സമയം അബ്രഹാമിന്റെ സമയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഇനി നോക്കണമേ, ഈ പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കുവാൻ കഴിയും. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ യോബിന്റെ പ്രതിസന്ധിയാണ്. ഏറ്റവും ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം യോബിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരാൾ ചെന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അതിനകത്തും തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുവാൻ സാത്താൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആ ഭാഗത്തുനിന്നാണ്, അല്ലെ. ഒരു വിശുദ്ധനെ എങ്ങനെ തള്ളി താഴെയിടാം, അവന്റെ ജീവിതത്തിൽ എന്ത് കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് ആരോപണം ഉന്നയിക്കുന്ന പിശാചിനെ കാണുന്ന ഒരു പുസ്തകമാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു ഭാവത്തിൽ കാണുവാൻ കഴിയുന്നത്, വസ്ത്രത്തിൽ കറ പുരണ്ടിരിക്കുന്നു എന്ന് വിരൽ ചൂണ്ടി കാണിക്കുന്ന സാത്താന്റെ സ്തോത്രം ഒരു ഭാഗം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിനകത്തു നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം അറിയാതെ നമ്മെ ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ആരും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പിശാച് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നമ്മുടെ വാക്കും നമ്മുടെ നോട്ടവും ഒക്കെ കർത്താവ് അറിയുന്നത് പോലെ തന്നെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മാത്രം ആർക്കറിയുവാൻ കഴിയത്തില്ല, ഒരു പരിധി വരെ പിശാചിനെ അറിയത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിന്റെ ഈ ഭാഷയുണ്ടല്ലോ, ഈ ഭാഷ നാം സംസാരിക്കുന്നത് മറ്റു പലതും പിശാചിന് പിടികിട്ടും. എന്നാൽ അവന് പിടികിട്ടാത്ത ഒരു ഭാഷയാണ് എന്താണ്, നമ്മളെല്ലാവരും കളിയാക്കി പറഞ്ഞത് ഈ മറുഭാഷ അഥവാ നമ്മുടെ അന്യഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നോക്കണമേ, ഈ പുസ്തകത്തെ നമ്മൾ 3ആയി തിരിക്കുമ്പോൾ അതിനകത്ത് ആദ്യമേ യോബിന്റെ പ്രതിസന്ധിയാണ് നമുക്ക് ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3-ാം അധ്യായം മുതൽ ചില സംവാദങ്ങൾ നടക്കുക. നമുക്കറിയാം യോബിനോട് സംവാദിച്ച ആൾക്കാർ ആരൊക്കെയായിരുന്നു, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് പഠിക്കുവാനോ പ്രസംഗിക്കുവാനോ തുടങ്ങിയാൽ ഇന്ന് മുഴുക്ക നമുക്ക് അവസരം എടുക്കേണ്ടി വരും. അടുത്ത അവസാന ഭാഗമാണ് യോബിന്റെ വിടുതലായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കുവാൻ കഴിയും. ഒരു വ്യക്തിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്, അല്ലെ. ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ തിരിക്കുവാണെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആദ്യം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ നാം കാണുമ്പോൾ അതിന്റെ നടുക്ക് കുറച്ചുപേര് കൂടെ നിൽക്കുന്നവരാണ്. ഓക്കെ. എന്നാൽ കൂടുതൽ ആൾക്കാരും എങ്ങനെയാ, എതിര് നിൽക്കുന്നവരായിരിക്കും. സ്തോത്രം. അവസരം അനുസരിച്ച് എതിര് നിൽക്കുന്നവരാണ് ചുറ്റുപാടുള്ളവരെല്ലാം. എന്നാൽ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ, കർത്താവ് അവനെ കൈവിട്ടോ? സ്തോത്രം. ഇല്ല. ദൈവം അവനൊരു വിടുതൽ കൊടുക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അവിടെ നിന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ തിരിക്കുന്ന ഭാഗത്തിൽ
കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യോബിന്റെ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആണെങ്കിൽ യോബിന്റെ അനർത്ഥത്തെ കുറിച്ച് പറയുന്നതാണ്. സാത്താന്റെ ആലോചന, അടുത്തത് കാണുന്നത് ദൈവത്തിന്റെ അനുവാദം, സാത്താന്റെ ശാഠ്യം, അത് കഴിഞ്ഞ് യോബിന്റെ സഹിഷ്ണുത, യോബിന്റെ ആശ്വാസകന്മാർ. ഹല്ലേലൂയ. യോബിന്റെ ആശ്വാസകന്മാർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിരുന്നു. അല്ലെ, നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ സമ്പാദിച്ച കാര്യങ്ങളൊന്നും എടുത്ത് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. 3-ാം അധ്യായം മുതൽ ഇങ്ങോട്ടുള്ള സ്തോത്രം 3-ാം അധ്യായത്തിന് എലൂഹുയുടെ പ്രഭാഷണം നടക്കുന്നത് 32-ാം അധ്യായം വരെയാ. അത്രയും അധ്യായങ്ങളിൽ ചില പ്രഭാഷണങ്ങൾ, അത് 1ഉം 2ഉം അല്ല ദൈവമക്കളെ. നിങ്ങൾ നോക്കണമേ, യോബ് വിലപിക്കുന്ന ഭാവം കഴിഞ്ഞിട്ട് എലീഫസിന്റെ ഒരു പ്രഭാഷണം നടക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. അത് കഴിഞ്ഞിട്ട് യോബ് ഒരു മറുപടി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ബിൽദാദിന്റെ 1-ാം പ്രഭാഷണം, പിന്നെ നമുക്ക് കാണുന്നത് സോഫറിന്റെ 1-ാം പ്രഭാഷണം, ഇത് എലീഫസിന്റെ 2-ാം പ്രഭാഷണം. നിർത്തിയില്ല കേട്ടോ, പ്രസംഗിച്ചോണ്ടേയിരുന്നു. ഈ പറയുന്നതൊക്കെ എന്താ? ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം പകരുന്നതോ അവന്റെ ജീവിതത്തിൽ ഒരു പടി വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതോ ആയിരുന്നതേയില്ല. സഹോദരന്മാരെന്നും സുഹൃത്തുക്കളെന്നും പേര് പറയുന്നവർ വേദനിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ അനർത്ഥം കടന്നു വന്നപ്പോൾ അദ്ദേഹം ചെയ്ത പാപത്തിന്റെ ഫലമെന്ന് വിരൽ ചൂണ്ടി മുറിവേൽപ്പിക്കുവാൻ മാത്രം, അത് പബ്ലിക്കായിട്ട് മുറിവേൽപ്പിക്കുവാൻ വേണ്ടി മാത്രം കൂടിയിരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ കർത്താവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവൻ നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതുവാൻ തുടങ്ങിയെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. അത് പറയുന്നത് പുതിയ നിയമത്തിലാണ്. കല്ലെറിയുവാൻ കൂടിയിരുന്നവരുടെ നടുവിൽ കുനിഞ്ഞിരുന്ന് എഴുതി അവളെ വിടുവിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എങ്ങനെ വന്നുവെന്ന് ഈ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ അറിയുന്നില്ല. കൂട്ടായി കൊടുത്ത ദാസി എന്ന് പേര് വിളിച്ചവൾ പോലും എന്താ ചെയ്തത്? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഈ പ്രാർത്ഥന ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഈ പ്രസംഗം ഒന്ന് നിർത്തിക്കൂടെ? ഇത്രത്തോളം പ്രതികൂലം വന്നത് പോരായോ? ഇനിയെങ്കിലും ഒന്ന് നിർത്തി, നീ വേറെ പണിക്ക് പോകരുതോ എന്ന് ചോദിച്ചു കൂടുന്ന സമൂഹത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, സ്തോത്രം, ശരീരത്തെ വ്രണങ്ങൾ ചുരണ്ടി ഹല്ലേലൂയ, അവൻ വേദനയോടെ ആയിരുന്നു. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടാണോ ദൈവമക്കളെ? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ആരെ വെളിപ്പെടുത്തുക? യോബിന്റെ സഹനത്തെ. അവൻ കേവലം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തെ വിളിച്ചതെന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് യോബിന്റെ പുസ്തകം. അല്ലെ, യോബിന്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ മറ്റു പലരുമായിരുന്നെങ്കിൽ ഈ വിശ്വാസം ഉപേക്ഷിച്ച് ഓടിപ്പോയേനെ എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. സാത്താന്റെ മുൻപിൽ കാണിച്ചെടുക്കുക. നീയല്ലേ പറഞ്ഞേ ആ വേലി പൊളിച്ചാൽ അവൻ ഇട്ടേച്ചു പോകുന്നത്? നീയല്ലേ പറഞ്ഞേ മക്കളെ കൊന്നാൽ ഇട്ടേച്ചു പോകുന്നത്? നീയല്ലേ പറഞ്ഞത് അവന് രോഗം വന്നാൽ ഇട്ടേച്ചു പോകുന്നത്? നീയല്ലേ പറഞ്ഞേ അപവാദം വന്നാൽ ഇട്ടേച്ചു പോകുമെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കർത്താവിന്റെ ദാസന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർക്കുവാനിടയെ തുറന്ന്, കർത്താവെ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ ദൈവദാസന്റെ അന്യഭാഷകൾ സ്തോത്രം സോഷ്യൽ മീഡിയയിൽ കയറ്റിയിട്ട് അദ്ദേഹത്തെ ചെളിവാരി തേച്ച് പറയാം നദിയെ പരിഹസിച്ച് സ്തോത്രം വേദനിപ്പിച്ച് സ്തോത്രം എത്രത്തോളം കുത്തി നോക്കിക്കാമോ അത്രയെ കുത്തി നോക്കിച്ചിട്ട് പിറ്റേ ദിവസം സ്തോത്രം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ വചനം പറയുവാൻ ആ കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വരുവാൻ ഇടയായി തീർന്നു. ദൈവമേ, ഈ ധൈര്യം എവിടെ നിന്നാ? ഈ വിശ്വാസം എവിടെ നിന്നാ? ഈ മുറിവേൽപ്പിക്കുന്നവരുടെ നടുവിൽ പ്രസംഗിക്കുവാൻ എങ്ങനെ കഴിയും? സ്തോത്രം എന്ന് ഞാൻ ചിന്തിക്കുവാൻ തീർന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. യോബ് എന്ന മനുഷ്യന്റെ ജീവിതത്തിലെ സകലതും എടുത്തു കളഞ്ഞിട്ടും കർത്താവിനെ വിളിക്കുവാൻ അവൻ കാണിച്ച സഹിഷ്ണുത, അതായിരുന്നു സ്തോത്രം ദൈവം ഈ ലോകത്തിന് എടുത്തു കാണിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. വേദപുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകം അനേകർ വായിക്കപ്പെട്ടതും അനേക പതിപ്പുകൾ അച്ചടിക്കപ്പെട്ട പുസ്തകമാണ്. അല്ലെ, ഒരാളൊരു പുസ്തകം എഴുതി അത് വിൽക്കണമെങ്കിൽ വളരെ പാടാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ വേദപുസ്തകം അങ്ങനെയല്ല. അനേകരാൽ എഴുതപ്പെട്ട ഈ ഒരു പുസ്തകം സ്തോത്രം വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ യോബിന്റെ പുസ്തകം എഴുതാനുള്ള പ്രാധാന്യം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയിൽ പലപ്പോഴും നമ്മൾ എടുത്തു വായിക്കുന്ന പുസ്തകം ഇതല്ലേ? നമ്മൾ മാതൃകയാക്കുന്ന വിശുദ്ധൻ ഇതല്ലേ എന്ന് ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഒരാളെ ഉറപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യോബിനെ നോക്കിക്കേ, അവന്റെ ജീവിതത്തിൽ സകലതും എടുത്തു കളഞ്ഞു. അവൻ ആരായെന്നറിയാമോ? അംബാനിയായിരുന്നു വേണേ പറയാം. ഹല്ലേലൂയ. അവന്റെ കാലത്ത് മൃഗസമ്പത്തും പുത്രസമ്പത്തും സ്തോത്ര പേരും പെരുമയുള്ള സമ്പന്നനായിരിക്കെ ലോകം സമ്പത്ത് എന്ന് പറയുന്നതിനെ എടുത്തു കളഞ്ഞിട്ട് വീണ്ടും കൊടുത്തു മാനിച്ചവന്റെ ആ ഒരു വെളിപ്പാടാണ് യോബിന്റെ പുസ്തകം നമുക്ക് നൽകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. അത് അനേകരുടെ ജീവിതത്തിൽ ഒരു എൻകറേജ്മെന്റ് ആയി തീരുവാൻ തക്കവണ്ണം ദൈവം കണ്ട ഒരു വ്യക്തിയായിരുന്നു യോബ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ
ഈ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ പ്രസംഗങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം ഇവരോടൊക്കെ ഒരു മറുപടിയും പറഞ്ഞങ്ങ് നിർത്തിയതിന് ശേഷം നമുക്ക് കാണുന്നത് 38-ാം അധ്യായം മുതൽ എൻ്റെ കർത്താവ് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദാനിയേലിനോട് ചോദിക്കണം. അപ്പൊ ദാനിയേൽ ഒരു കാര്യം പറയും, ഹോ സ്തോത്രം, നീ എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ ഞാൻ ധൈര്യപ്പെട്ടു കേട്ടോ. ലോകം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ധൈര്യം കിട്ടത്തില്ല. ഹല്ലേലൂയ. ഈ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും കേട്ടാലും കർത്താവ് നിന്നോട് ഇതൊന്നും നേരെ സംസാരിക്കുന്നില്ലെങ്കിൽ കേവലം വാക്കുകളായിട്ട് മാറുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു എന്താ പറയുന്നത്, ഒരു ധൈര്യവും ഒരു ബലവും ഒക്കെ കിട്ടും. അതാണ് ദൈവം സംസാരിക്കുന്നത്. സ്തോത്രം. വചനം നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിയാൽ അതിനെ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. അതിനെ നടുക്കുന്നതും കർത്താവ് നിങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ എന്തായി തീരത്തുള്ളൂ, ധൈര്യപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനാണ് പുതിയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മാറിപ്പോകാൻ കൽപ്പിക്കും. അല്ലേ? കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മാറിപ്പോകാൻ കൽപ്പിക്കും. ഇന്ന് രാത്രി വേണ്ടതും അത് തന്നെയാണ്. ചുറ്റുപാടും പ്രതികൂലങ്ങൾ അവസാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു കൊറോണ വൈറസ് കൊണ്ട് തീരത്തൊന്നുമില്ല. അല്ലല്ലോ, പുസ്തകം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ഇത് ഈറ്റുനോവിന്റെ കാലമാണെങ്കിൽ അഥവാ പ്രതികൂലത്തിന്റെ കർത്താവിന്റെ വരവിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള യാത്രയിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നെങ്കിൽ ഇനി അനേകം രോഗങ്ങളും ദുഃഖങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുവാൻ ഇടയുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, പിടിച്ചു നിൽക്കുമോ അതോ വേണ്ട എന്ന് വിചാരിച്ച് പുറകോട്ട് പോകുമോ? സ്തോത്രം. ഇവിടെ ദൈവം സംസാരിച്ചു തുടങ്ങുന്നത് 38-ാം അധ്യായത്തിലാണ്. സ്തോത്രം. അതിനകത്ത് 48 ചോദ്യങ്ങളാണ് ആരോട് ചോദിക്കുന്നത്? യോബിനോട് ചോദിക്കുന്നത്. ഒറ്റ ആൻസർ പറയാനില്ല കേട്ടോ. 48 ചോദ്യങ്ങൾ ചോദിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതിനൊരു മറുപടി കൊടുക്കുവാൻ കഴിയാതെ യോബ് അസ്വസ്ഥനായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 42-ാം അധ്യായത്തിനകത്ത് ഒരു മറുപടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിന്റെ വാക്യമെന്ന് ഞാൻ വേണേ പറയാം. അത് വായിക്കുമ്പോഴെല്ലാം ഞാൻ കരയാറുണ്ട്. ഇപ്രകാരമാണ് യോബ് മറുപടി പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നൊരുവനാർ. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാത്തതും അത്ഭുതമേറിയതും ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി കേൾക്കണമേ. ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രം കേട്ടിട്ടുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം തോന്നുവാനാണ് എത്തുന്നത്. ഹല്ലേലൂയ. ഈ കണ്ണുനീരോടെ ഹല്ലേലൂയ യോബ് സംസാരിക്കുന്നത് ദൈവത്തോടാണ്. അത്രയും നേരവും കൂട്ടുകാർ സംസാരിച്ച പോലാണോ കർത്താവ് ചോദ്യം ചോദിച്ചത്? ഓ എനിക്ക് വയ്യ. എനിക്ക് ആ ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോഴെല്ലാം ഹൃദയത്തിൽ വളരെ സ്തോത്ര സന്തോഷം തോന്നാറുണ്ട്. കർത്താവ് സംസാരിച്ചത് എതുവഴിയാണെന്നറിയാമോ? യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അരുളി ചെയ്തെന്നാൽ സ്തോത്രം, നീ എന്നെ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കാൻ പോകാ, നിനക്ക് ആൻസർ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് സംസാരിച്ചു തുടങ്ങിയാൽ അങ്ങനെ പലപ്പോഴും നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയത്തില്ല. അവൻ നിന്നോട് ചോദിച്ചാൽ നിനക്ക് പറയുവാൻ കഴിയത്തില്ല. നീ പിറുപിറുക്കുന്നതിന് ആൻസർ പറയാറുണ്ടോ? നീ കർത്താവിനോട് ചോദിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ക്വയറ്റായിട്ട് കേൾക്കാറേ ഉള്ളൂ എൻ്റെ കർത്താവ്. സ്തോത്രം. അവൻ ഒരു മറുപടി അന്നേരം തരത്തില്ല. അവൻ മറുപടി പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് അവൻ ചോദിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ നമുക്കൊരിക്കലും അവന് മറുപടി കൊടുക്കുവാൻ കഴിയാതെ വണ്ണം അത്ഭുതകരമാണെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയുമോ? അവൻ നമ്മെ ഉണ്ടാക്കിയ നാളിൽ നാം എവിടെയായിരുന്നു? സ്തോത്രം. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പറഞ്ഞേ. അതിന് അളവ് നിയമിച്ചത് നീയാണോ? അതിനെ പ്രഭാതത്തിൽ നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിച്ചപ്പോൾ ദൈവപുത്രന്മാരെ സന്തോഷിപ്പിക്കുകയും ആർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചപ്പോൾ അല്ല കല്ലിട്ടത് ആരാ? സ്തോത്രം. എനിക്ക് ഈ ചോദ്യങ്ങളെല്ലാം വായിക്കണമെന്നുണ്ട്. ഓരോ ചോദ്യത്തിനകത്തും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ നോക്കണം, ഒരു കാര്യം ശ്രദ്ധിക്കണമേ. യോബ് തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കർത്താവിനോട് ചോദ്യം ചോദിച്ചോ? ഒരു ചോദ്യവും ചോദിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ടും ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിച്ചു തുടങ്ങുവാനിടയായി തീർന്നു. അവന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലത്തിനൊരു മറുപടിയായിരുന്നു. അവന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിക്കൊരു മറുപടിയായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അല്ലെങ്കിൽ നാം ആരാണ്, നാം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. നിന്നോട്
നിന്നോട് ചിലത് ചോദിക്കുവാൻ പോകുക. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിക്കാത്ത അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി തന്നപ്പോൾ നീ അതിന് നന്ദി പറഞ്ഞോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞതിന് നീ നന്ദി പറഞ്ഞോ? നിനക്ക് തന്ന സമയത്തിന്, നിനക്ക് ആരോഗ്യത്തിന് നന്ദി പറഞ്ഞോ? ഇതിലൊന്നും നന്ദി പറയാതെ അവർക്കും ഇവർക്കും ഇല്ലാത്ത പലതിനെ ചോദിച്ചുകൊണ്ട് കർത്താവിനെടുത്ത് പെറുപെറുക്കുന്ന അവസ്ഥയെ ഹല്ലേലൂയ അറിവാന ശാന്തൽ കമന ഘടകസ്യ നീ പലപ്പോഴും ചോദിക്കാറുണ്ട്, അതെനിക്ക് കിട്ടിയില്ലല്ലോ, ഇതെനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ അങ്ങനെ ആയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചോദ്യങ്ങൾ ചോദിക്കാത്തവരാരായിട്ടും ഇന്നെന്നെ കേൾക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്ന ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ജീവിതത്തിലെ പ്രതിസന്ധികൾ ദൈവം അറിയാതെ വന്നതല്ല. നിന്റെ തലയിലെ ഒരു മുടിയെങ്കിലും കൊഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്നു എന്ന് വ്യക്തമായി കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇയ്യോബിന്റെ പുസ്തകം. അല്ലേ? കർത്താവ് അനുവദിച്ചിട്ടല്ലേ അവന്റെ വേലി പൊളിച്ചു കളഞ്ഞത്? കർത്താവ് അനുവദിച്ചിട്ടല്ലേ പുത്രസമ്പത്തിനെ തൊട്ടത്? കർത്താവ് അനുവദിച്ചിട്ടല്ലേ ആ മൃഗസമ്പത്തിനെ തൊട്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ നന്മയ്ക്കും തിന്മയ്ക്കും കാരണം സ്തോത്രം അറിയാവുന്നവനാണെങ്കിൽ അവൻ നമ്മളെ ഒരു ദോഷത്തിനും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പലപ്പോഴും ഒരു മൂശയിലിട്ട് സ്തോത്രം ഉരുക്കി വെടുപ്പാക്കുന്നത് പോലെ, പണിയപ്പെടുന്നത് പോലെ സ്തോത്രമാണ് നമ്മെ പുറത്തെടുക്കുന്നത് മനസ്സിലാക്കണം. പ്രതികൂലത്തിന് മുമ്പുള്ള അയ്യോബായിരുന്നില്ല പ്രതിസന്ധിക്ക് ശേഷമെന്ന് മനസ്സിലാക്കണം. ഒന്ന്, അവൻ ഡബിളായിട്ട് അനുഗ്രഹം പ്രാപിച്ചു. രണ്ട്, സ്തോത്രം തിരിച്ചറിഞ്ഞു അവന്റെ കൂടെ നിൽക്കുന്നവരാരാണ്, അവരെങ്ങനെയായിരിക്കണം. സ്തോത്രം. ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും ഈ കൂട്ടുകാർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്ന യോബിനെയല്ലേ നാം കാണുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നവരോട് നമ്മൾ പകവെച്ച് പുലർത്തുവാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. പുതിയ നിയമം പഠിപ്പിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷിക്കാതിരിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടുദാസിയോ അഥവാ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരെങ്കിലും നിന്റെ പ്രതികൂലത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അവരാരും നിന്റെ കൂടെ നിന്നെന്ന് വരത്തില്ല. നിന്റെ കൂട്ടുകാർ നിന്റെ കൂടെ നിന്നെന്ന് വരത്തില്ല. അതോടൊപ്പം തന്നെ അവർ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ ഇതൊക്കെ ദൈവസന്നിധിയിലേക്കൊന്ന് പകർന്നു കൊടുക്കുവാൻ കഴിയുമോ? അവൻ നിന്നോട് സംസാരിക്കാൻ തുടങ്ങുക. അവന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് ഒരുപക്ഷെ മറുപടി കൊടുക്കുവാൻ കഴിയുന്ന വരത്തില്ല. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് യോബ് പറഞ്ഞ മറുപടി കേൾക്കണമോ? ഹല്ലേലൂയ, സ്തോത്രം. നിനക്കെല്ലാം കഴിയും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? അവന്റെ ഉദ്ദേശത്തിന് മുമ്പിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവനെല്ലാം നടത്തിയെടുക്കുന്നവനാ. നമുക്ക് പലതും അസാധ്യമാണ്. വേദപുസ്തകത്തിലുണ്ടല്ലോ, കർത്താവിനെല്ലാം കഴിയും, അവൻ സകലതും സാധ്യമാക്കി തരും. നമ്മുടെ ഉദ്ദേശം ആയിരിക്കത്തില്ല, നടക്കുന്നതേ ഉള്ളൂ. നാം പലതും ആഗ്രഹിച്ച് ഉദ്ദേശിച്ച് എഴുതി കൂട്ടി വെച്ചിട്ടില്ലയോ? കണക്ക് പുസ്തകത്തിനകത്ത് അതുപോലൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അതിനൊരു വലിയ ഉദാഹരണമാണ് മോശ. കൊട്ടാരത്തിൽ വളർന്നവൻ രാജാവാകുമെന്ന് വിചാരിച്ച് ചുറ്റുപാടുള്ളവരിരുന്നപ്പോൾ ദാ നോക്കണേ, ഒരു സുപ്രഭാതത്തിൽ ഈ പുള്ളിയെ കാണുവാനില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഒരു പക്ഷേ മിരിയാമും അപ്പനും അമ്മയും ഒക്കെ വിചാരിച്ച് കാണുമായിരിക്കും അടുത്ത രാജകുമാരനൊക്കെ ആകാൻ പറ്റുമായിരിക്കും എന്നല്ലേ. ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും അവർ ഹൃദയത്തിൽ ചിന്തിച്ച ഒരു റെസ്പോൺസിബിലിറ്റി ആണോ കർത്താവ് മോശയ്ക്ക് കൊടുത്തത്? ദ സെയിം വേ. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. യോബ് എന്ന സമ്പന്നൻ ഇത്രത്തോളം പരാജയം വരുമെന്ന് ലോകം വിചാരിച്ചില്ല. അവന്റെ പരാജയത്തിൽ അവൻ പട്ടുപോകുമെന്ന് ചിന്തിച്ചവർക്ക് ഒരിക്കലും വിചാരിച്ചില്ല അവൻ ഡബിളായിട്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ അവൻ അതിന് പരിഹാരം വരുത്തും. അവൻ അതിന് പകരം തരുമെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവനൊന്നും അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധി എന്ന് മനസ്സിലാക്കണം. സകലതും തന്നിട്ട് ദൈവസന്നിധിയിൽ ഓടിപ്പോകുന്നതിനെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുറച്ചിട്ട് അപ്പനോട് ചേർന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ സന്ധ്യാസമയത്ത് ഹൃദയത്തിലേക്ക് ഒന്ന് എഴുതി വെച്ചേ, അവന് സകലതും കഴിയും കേട്ടോ. അവന്റെ ഉദ്ദേശങ്ങളാണ് സാധിക്കാതിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശങ്ങൾ പലതും പാളിപ്പോകും. ഹല്ലേലൂയ. അതിനാണ് പറയുന്നത്, മാൻ proposes but God disposes. ഹല്ലേലൂയ. അവന് എല്ലാം ശരിയാക്കി തരും കേട്ടോ. നമ്മുടെ പ്ലാനിനകത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ പ്ലാനിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, നമ്മുടെ പ്ലാനിനകത്ത് ഒത്തിരി അസാധ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അതിനെല്ലാം സാധ്യമാക്കാൻ പോകുക. കഴിവില്ലാത്തതിനെ തിരഞ്ഞെടുത്തിട്ട് കഴിവുള്ളതാക്കുന്നതാ എൻ്റെ അപ്പന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അതാണ് വേദപുസ്തകത്തിൽ മുഴുക്ക കാണുന്നത്. ഹല്ലേലൂയ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാവീദ് എന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അവനെ തിരഞ്ഞെടുത്തത് എവിടുന്നാണെന്നറിയാമോ? കാട്ടിൽ നിന്നാണ്. ഹല്ലേലൂയ. ശരിക്കും കാടും നാടും എന്ന് പറയുമ്പോൾ രണ്ട് നേച്ചറാണുള്ളത് അല്ലേ. കാട്ടിൽ മൃഗങ്ങളോടൊപ്പം ആയിരിക്കുന്നവൻ എങ്ങനെ മനുഷ്യരെ ഭരിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ അഭിഷേകം വീണപ്പോൾ വന്ന ചേഞ്ച് ആണത്. ഇന്ന് രാത്രികാലം സ്തോത്രം, യോബിന്റെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒന്ന്, അവന്റെ ഉദ്ദേശങ്ങളെല്ലാം നടക്കും. അവൻ എല്ലാത്തിനും കഴിയുന്നവനാണ്. അവൻ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ ചുറ്റുപാടുകൾക്ക് ഓർത്തിട്ട് നമ്മൾ വിശ്വാസത്തിൽ പുറകോട്ട് പോകരുതേ. അവന്റെ സന്നിധി നമുക്ക് മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ നാളുകളിൽ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച നാൾ മുതൽ ഞങ്ങൾ അനുഭവിച്ച വേദനകളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ഞങ്ങൾ പലപ്പോഴും നിൽക്കത്തില്ലായിരുന്നാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് നന്നായി തിരിച്ചറിയുന്നു, ഇതൊന്നും നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതല്ല. അനേകരുടെ ജീവിതത്തിൽ അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. അവിടെയെല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെടുമാറാകണമേ. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പ, അല്ലെങ്കിൽ പ്രതികൂലത്തിലായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, ആർക്കും മാറ്റുവാൻ കഴിയാത്ത, ഡോക്ടർമാർക്ക് മാറ്റുവാൻ കഴിയാത്ത രോഗത്തിലായിരിക്കുന്നവരെ ഈ കർത്താവ് സൗഖ്യമാക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. അതൊരിക്കലും ഹല്ലേലൂയ സ്തോത്രം കുത്തി നോവിക്കുന്ന ആശ്വാസകന്മാരെ പോലെ ആകാതെ സകലതും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണം, സകല നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എത്രത്തോളം സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, പ്രത്യേക ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ കർത്താവിന്റെ ദാസിമാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.